സോ HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇത്തിരിയെങ്കിലും പ്രയാസമായിട്ട് തോന്നുന്ന ഒരു ഏരിയ ആയിരിക്കും കൾച്ചർ സ്റ്റഡീസ്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള വ്യക്തികളായിട്ട് നോക്കൂ, ലോറ മെൽവേ, ആഞ്ചല മെക്രോബി പോലെയുള്ള, സ്റ്റുവർട്ട് ഹോൾ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്രമല്ല നമുക്ക് പഠിക്കാൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എസ്ഐസ് ആവട്ടെ അത്രയും എളുപ്പമുള്ളത്. സോ കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഐഡിയോളജിക്കൽ പ്രൊഡക്റ്റായി മാറുന്നു, കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെ ഒരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയി മാറുന്നു. അപ്പോൾ പല ആൾക്കാരും പല അവസ്ഥകളിൽ പല കോണ്ടെക്സ്റ്റിൽ എന്താണ് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാവുള്ളൂ. ഇപ്പോൾ പോസ്റ്റ് മോഡേൺസിനെ കുറിച്ചാണെങ്കിൽ ആഞ്ചല മെക്രോബി എന്ത് പറയുന്നു, അതുപോലെ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്, മെയിൽ ഗെയ്സ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു പക്ഷേ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമുക്ക് കൾച്ചർ സ്റ്റഡീസിലൂടെ ഈ ഒരു പോർഷൻസിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പൾപിറ്റിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കൾച്ചർ സ്റ്റഡീസിന് എക്സ്ട്രീം ഫോക്കസ് കൊടുക്കുന്ന റിവിഷൻ ക്ലാസ്സുകൾ. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ ആൾക്കാർക്കും പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് ഒരു മാസം കംപ്ലീറ്റും നമ്മൾ പൂർണ്ണമായിട്ടും റിവിഷന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രത്യേകതകളാണ്. അങ്ങനെ അനവധി പ്രത്യേകതകളാണ് നമുക്ക് പൾപിറ്റേതായിട്ടുള്ളത്. സോ നമുക്ക് ബാച്ച് 7 ഇപ്പോൾ റണ്ണിങ് ആണ്. അഡ്മിഷൻസിനായി എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക.